മരുഭൂമിയിലെ നീരുറവകളിലേക്ക് ഏവർക്കും എൻ്റെ ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ യോവാശ് എന്ന പേരിൽ ചില കഥാപാത്രങ്ങളെ, ബൈബിൾ കഥാപാത്രങ്ങളെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അവരിൽ ഏറ്റവും പ്രശസ്തനാണ് 7-ാം വയസ്സിൽ യഹൂദ്യയുടെ രാജാവായി അവരോധിക്കപ്പെട്ട യോവാശ് രാജാവ്. ദീർഘമായ 40 സംവത്സരങ്ങൾ യോവാശ് രാജാവ് യെരൂശലേമിൽ വാണു. അദ്ദേഹത്തെക്കുറിച്ച് ഒരു പ്രത്യേക പരാമർശം 2 ദിനവൃത്താന്തം 24-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. യഹോയാദ പുരോഹിതൻ ജീവിച്ചിരുന്ന കാലത്ത് യോവാശ് രാജാവ് യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. രണ്ടാമത്തെ യോവാശിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 29-ാം വാക്യത്തിലാണ്. പരാക്രമശാലിയെ എന്ന യഹോവയുടെ ദൂതൻ അഭിസംബോധന ചെയ്ത ഗിദെയോൻ്റെ പിതാവായ യോവാശ്. ദാവീദ് ശൗൽ രാജാവിനെ ഭയന്ന് കാനനങ്ങളിലും പർവ്വതനിരകളിലും ഗുഹരങ്ങളിലും ഒളിച്ചു പാർത്തിരുന്നതായ കാലത്ത് ദാവീദിനെ യുദ്ധത്തിൽ സഹായിക്കുവാൻ സിക്ലാഗിൽ വന്ന വില്ലാളി വീരന്മാരുടെ കൂട്ടത്തിൽ പ്രമുഖനായ ഒരു വില്ലാളി വീരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് യോവാശ് എന്നാണ്. യോവാശ് വില്ലുകൊണ്ട് അമ്പെയ്യുവാൻ അതിസമർത്ഥനായിരുന്നുവെന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നു. നാലാമത് നാം കാണുന്നതായ യോവാശ് ആഹാബ് രാജാവിൻ്റെ മക്കളിൽ ഒരുവനാണ്. പഴയ നിയമത്തിൽ നാം കാണുന്ന യോവാശ് എന്ന പേരിൽ അറിയപ്പെടുന്നതായ ബൈബിൾ കഥാപാത്രങ്ങളിൽ ഏറ്റവും അപ്രശസ്തനായ ഒരു യോവാശുണ്ട്. ആ യോവാശിനെക്കുറിച്ച് ഇന്നും തുടർന്നുള്ളതായ ദിവസങ്ങളിലും ചില ചിന്തകൾ പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുകയാണ്. അതിനാധാരമായി 1 ദിനവൃത്താന്തം 27-ാം അധ്യായം 28-ാം വാക്യം നമുക്ക് വായിക്കാം. ഒലിവ് വൃക്ഷങ്ങൾക്കും താഴ്വീതിയിലെ കാട്ടത്തികൾക്കും ഗാദേര്യനായ ബാൽഹനാനും എണ്ണ സൂക്ഷിച്ചു വയ്ക്കുന്ന നിലവറകൾക്ക് യോവാശും മേൽവിചാരകർ. ഈ വാക്യത്തിൽ നാം കാണുന്നതായ യോവാശ് വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും അപ്രശസ്തനായ യോവാശാണ്. മാത്രമല്ല, ബൈബിളിലെ കഥാപാത്രങ്ങളിൽ ഏറ്റവും അപ്രശസ്തനായ വ്യക്തികളിൽ ഒരുവനാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടതായ യോവാശ്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് ലഭിക്കുന്ന അറിവ്, എണ്ണ സൂക്ഷിച്ചു വയ്ക്കുന്ന നിലവറകളുടെ മേൽവിചാരകൻ യോവാശ്. യോവാശിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കുവാനുള്ളതായ വിവരണങ്ങൾ ദൗർഭാഗ്യവശാൽ ബൈബിളിൽ നിന്ന് നമുക്ക് ലഭിക്കുകയില്ല. കാരണം ഈ യോവാശിനെക്കുറിച്ച് ഈ വേദഭാഗത്ത് മാത്രമേ അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് കാണുവാൻ കഴിയുന്നുള്ളൂ. പഴയ നിയമത്തിൽ മറ്റൊരിടത്തും ഈ യോവാശിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ച് ഒരു പരാമർശനവും നമുക്ക് കാണുവാൻ കഴിയുകയില്ല. അദ്ദേഹത്തെക്കുറിച്ച് ഒരു വിവരണങ്ങളും പഴയ നിയമത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. എണ്ണ നിലവറകളുടെ മേൽവിചാരകൻ എന്ന ഒരേ ഒരു അറിവ് മാത്രമാണ് ഈ യോവാശ് രാജാവിനെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങളിൽ ഈ യോവാശിനെ നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ ഒരു എളിയ ശ്രമം നടത്തുവാൻ ആഗ്രഹിക്കുകയാണ്. മധ്യപൂർവ്വ ദേശങ്ങളിൽ ഏറ്റവും ചെറിയ രാജ്യങ്ങളിലൊന്നായ ബഹ്റൈൻ സന്ദർശിക്കുന്നതായ ടൂറിസ്റ്റുകൾ അവരിൽ മിക്കവരും ബഹ്റൈനിലുള്ളതായ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് സന്ദർശിക്കുവാൻ താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട്. അതാണ് പോർച്ചുഗീസ് ഫോർട്ട്. ബഹ്റൈൻ്റെ തലസ്ഥാനമായ മനാമയിലെ സീഫ് ഡിസ്ട്രിക്റ്റിൽ
അതിൻ്റെ വടക്കൻ തീരപ്രദേശങ്ങളിൽ ശിരസ്സുയർത്തി നിൽക്കുന്ന ഒരു കോട്ടയോടുകൂടിയ സൗധമാണ് പോർച്ചുഗീസ് ഫോർട്ട്. അതിൻ്റെ ചരിത്രം കൊണ്ടും വാസ്തുശില്പ വൈഭവം കൊണ്ടും ബഹ്റിനിൽ ഏറ്റവും പ്രശസ്തമായ സ്മാരകമാണ് പോർച്ചുഗീസ് ഫോർട്ട്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതായ ഈ സൗധത്തോടു കൂടിയ കോട്ട 16-ാം ശതകത്തിലാണ് പോർച്ചുഗീസുകാർ ബഹ്റിനിൽ പണിതുയർത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. 1950-കളുടെ പ്രാരംഭത്തിൽ ഈ പോർച്ചുഗീസ് ഫോർട്ടിൻ്റെ ആർക്കിയോളജിക്കൽ സൈറ്റ് അത് തകർന്ന് നാമാവിശേഷമായ നിലയിൽ കിടക്കുകയായിരുന്നു, ചിതറിക്കിടക്കുകയായിരുന്നു. അവിടെ ഒരു സൗധമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കോട്ടയോടുകൂടിയ സൗധമുണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ ആ സൗധത്തിൻ്റെ രൂപത്തെക്കുറിച്ചോ മറ്റ് വിവരങ്ങളോ അധികമാർക്കും അറിയാമായിരുന്നില്ല. 1954-ൽ ജൂഫ്രി ബിബി എന്ന പുരാവസ്തു ഗവേഷകൻ്റെ നേതൃത്വത്തിൽ ഡാനിഷ് ആർക്കിയോളജിക്കൽ എക്സ്പെഡീഷൻ നടത്തിയ ഖനനങ്ങളും പഠനങ്ങളും ഗവേഷണങ്ങളും അതിലൂടെ ലഭിച്ച അറിവുകളുടെ അടിസ്ഥാനത്തിൽ പോർച്ചുഗീസ് ഫോർട്ട് പുനർനിർമ്മിക്കുവാൻ ജൂഫ്രി ബിബിനും സംഘത്തിനും കഴിഞ്ഞു. 1954 മുതൽ 1972 വരെ നീണ്ടു നിന്നതായ ഖനനങ്ങളും പഠനങ്ങളും ഗവേഷണങ്ങളും അവയിൽ കൂടി ലഭിച്ച അറിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോർച്ചുഗീസ് ഫോർട്ട് പുനർനിർമ്മിക്കുവാനിടയായത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പുരാവസ്തു ഗവേഷകരുടെ ഇഷ്ടത്തിനനുസരിച്ചോ ഭാവനയ്ക്കനുസരിച്ചോ പണിതുയർത്തിയ പുനർനിർമ്മിച്ചതായ ഒരു കോട്ടയോടുകൂടിയ സൗധമല്ല ഇന്ന് പോർച്ചുഗീസ് ഫോർട്ട്. 16-ാം ശതകത്തിൽ ബഹ്റിനിൽ വന്ന് പോർച്ചുഗീസ് ഫോർട്ട് പണിതുയർത്തിയതായ പോർച്ചുഗീസുകാരുടെ ചരിത്രവും അവരുടെ ജീവിത രീതികളും അതുപോലെയുള്ളതായ അറിവുകൾ ഖനനങ്ങളിലൂടെ പഠനങ്ങളിലൂടെ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അതിൻ്റെ വെളിച്ചത്തിലാണ് 16-ാം ശതകത്തിൽ പോർച്ചുഗീസുകാർ എങ്ങനെ ആ കോട്ടയോടുകൂടിയ സൗധം പണിതുയർത്തിയോ അതേ നിലയിൽ ജൂഫ്രി ബിബിക്കും സംഘത്തിനും ആ പോർച്ചുഗീസ് ഫോർട്ട് പുനർനിർമ്മിക്കുവാൻ കഴിഞ്ഞു. നമ്മളിവിടെ വായിച്ചതായ യോവാശിനെ കുറിച്ച് നമുക്ക് ആകെ ലഭിക്കുന്ന അറിവ് എണ്ണ നിലവറകളുടെ മേൽവിചാരകൻ. ആ ഒരൊറ്റൊരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ യോവാശ് എന്ന ബൈബിൾ കഥാപാത്രത്തെ നമുക്ക് പുനർനിർമ്മിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായ അറിവുകൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ യോവാശ് എന്നതായ കഥാപാത്രത്തെ, ബൈബിൾ കഥാപാത്രത്തെ നമുക്ക് പുനർനിർമ്മിക്കുവാൻ കഴിയുകയുള്ളൂ. അതിനാവശ്യമുള്ളതായ അറിവുകൾ നമുക്ക് ലഭിക്കുന്നത് ദാവീദ് രാജാവ് ജീവിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ചുള്ളതായ അറിവുകളും അന്ന് ഇസ്രയേലിയരുടെ ജീവിത രീതികളും അതുപോലെ ആചാരാനുഷ്ഠാനങ്ങളുമൊക്കെ ആഴമായി പഠിക്കുമ്പോൾ ഈ യോവാശിനെ കുറിച്ചുള്ളതായ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. യഹോവാശ് എന്നതായ പേരിൻ്റെ ഷോർട്ട് ഫോമാണ്, അല്ലെങ്കിൽ ചുരുക്കെഴുത്താണ് യോവാശ്. യോവാശ് എന്ന പേരിൻ്റെ അർത്ഥം യാവേ ഫയർഡ്, ഹും യാവേ ബിസ്റ്റൗഡ്, യാവേ ഹാസ് ഗിവൺ. ഇസ്രയേലിൻ്റെ ആദ്യത്തെ രാജാവായ ശൗൽ രാജാവിൻ്റെ കാലത്ത് നിരവധി ശത്രുക്കളുമായി നിരന്തരം ശൗൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. അമോന്യർ, അമാലേക്യർ, ഫെലിസ്തീയർ, മോവാബിയർ തുടങ്ങിയതായ ശത്രുക്കളുമായി തൻ്റെ രാജഭരണകാലത്ത് മിക്കവാറും നിരന്തരമായ യുദ്ധം ഈ ശത്രുക്കളോടൊത്തുണ്ടായിരുന്നു. എന്നാൽ ദാവീദ് BC 1010 യഹൂദിയുടെ രാജാവായി, അതിനുശേഷം ഏതാണ്ട്
BC 1003 ഇസ്രയേലിൻ്റെ രാജ്യഭരണം ഏറ്റെടുക്കുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. ആദ്യം യഹൂദ്യയുടെ രാജാവായി, അതിനുശേഷം ഇസ്രയേലിൻ്റെ രാജാവായി താൻ ചുവടുറപ്പിച്ചു. തൻ്റെ ജീവിതകാലത്ത്, രാജഭരണകാലത്ത് ദാവീദ് ശത്രുക്കളോട് അതിശക്തമായി പോരാടി. ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ വിജയം നൽകി. അങ്ങനെ ശത്രുക്കളെയൊക്കെ നിലം പരിചാക്കി ഇസ്രയേലിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. പിന്നീട് നാം ദാവീദിനെക്കുറിച്ച് വായിക്കുന്നത്, ദാവീദ് വയോധികനും കാലസമ്പൂർണനുമായപ്പോൾ തൻ്റെ മകനായ ശലോമോനെ ഇസ്രയേലിന് രാജാവായി നിയോഗിച്ചു. ശലോമോൻ പ്രായത്തിൽ വളരെ ചെറിയൊരു വ്യക്തിയായിരുന്നു. ഏകദേശം 20 വയസ്സ് മാത്രമേ ഉള്ളൂ എന്നാണ് ചരിത്രകാരന്മാരിൽ പലരും അഭിപ്രായപ്പെടുന്നത്. ആ ചെറിയ പ്രായത്തിൽ ശലോമോന് രാജഭരണം ഏറ്റതുകൊണ്ട് ഭരണത്തെക്കുറിച്ച് വലിയ പരിചയമോ ഒന്നുമില്ലാതിരുന്നതായ ശലോമോന് അധികം ഭാരമുണ്ടാക്കാതെ ഇരിക്കുവാൻ, മാനസികമായ സംഘർഷങ്ങൾക്ക് കുറവുണ്ടാക്കുവാൻ ദാവീദ് രാജാവ് ചില ക്രമീകരണങ്ങൾ ചെയ്തു. 1 ദിനവൃത്താന്തം 23 മുതൽ 27 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദാവീദ് രാജാവ് രാജ്യത്തിൽ ശലോമോനെ ഭരണത്തിൽ സഹായിക്കുവാനായി മേൽവിചാരകന്മാരെ, രാജസേവകരെ, അതുപോലെ തന്നെ ഉപദേഷ്ടാക്കളെ തുടങ്ങിയവരെയൊക്കെയും നിയോഗിച്ചു. പിന്നീട് നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത്, എല്ലാം മുൻപോട്ട് ഭംഗിയായി പോകുമെന്നുള്ളതായി പ്രതീക്ഷ ദാവീദിന് പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ക്രമീകൃതമായ ഒരു ഭരണ സംവിധാനം ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമാണ് ദാവീദ് രാജാവ് ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടുന്നത്. 1 ദിനവൃത്താന്തം 27-ാം അധ്യായം 25 മുതൽ 31 വരെയുള്ളതായ വാക്യങ്ങളിൽ നമുക്ക് ചില ഭാഗങ്ങൾ കാണുവാൻ തക്കോണം കഴിയും. അതിന് ചില ഭാഗങ്ങൾ മാത്രം ഞാനൊന്ന് ഓടിച്ച് പറയുവാൻ തക്കോണം വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. 1 ദിനവൃത്താന്തം 27-ാം അധ്യായം 25 മുതലുള്ളതായ വാക്യങ്ങളിൽ, രാജാവിൻ്റെ ഭണ്ഡാരത്തിന് അദിയേലിൻ്റെ മകനായ അസ്മാവേത്ത് മേൽവിചാരകൻ, നിലങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും കോട്ടകളിലുമുള്ള പാണ്ഡ്യശാലികൾക്ക് ഉസ്സിയാവിൻ്റെ മകൻ യോഹാനാഥൻ മേൽവിചാരകൻ, വയലിൽ വേല ചെയ്ത കൃഷിക്കാർക്കും കെലൂബിൻ്റെ മകൻ എസ്രി മേൽവിചാരകൻ, മുന്തിരിത്തോട്ടങ്ങൾക്ക് രാമാത്യനായ ശിമയിയും, മുന്തിരിത്തോട്ടങ്ങളിൽ അനുഭവമായി വീഞ്ഞു സൂക്ഷിക്കുന്ന നിലവറകൾക്ക് ഷിഫ്മ്യനായ സബ്ദിയും മേൽവിചാരകർ. 28-ാം വാക്യം, ഒലിവ് വൃക്ഷങ്ങൾക്കും താഴ്വീതിയിലെ കാട്ടതികൾക്കും ഗാദേര്യനായ ബാൽഹനാനും, എണ്ണ സൂക്ഷിച്ചു വെക്കുന്ന നിലവറകൾക്ക് യോവാശും മേൽവിചാരകർ. ഈ 25 മുതൽ 34 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ ദാവീദ് രാജാവ് നിയമിച്ചാക്കിയതായ മേൽവിചാരകരെക്കുറിച്ചും നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. ഇവിടെ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടത്, ഈ മേൽവിചാരകർക്കെല്ലാം ഓരോ വിശേഷണങ്ങൾ കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ചേർത്തിട്ടുണ്ട്. രാജാവിൻ്റെ ഭണ്ഡാരത്തിന് അദീയേലിൻ്റെ മകനായ അസ്മാവേത്ത് മേൽവിചാരകർ. ചില മേൽവിചാരകർ അറിയപ്പെടുന്നത് അവരുടെ പിതാക്കന്മാരുടെ പേരിലാണ്. മറ്റു ചില മേൽവിചാരകർ അറിയപ്പെടുന്നത് ഒരു പ്രദേശത്തിൻ്റെ പേരിലാണ്. അതുപോലെ തന്നെ വിവിധമായ നിലകളിൽ ഇവിടെ അവതരിക്കപ്പെട്ടിട്ടുള്ളതായ മിക്കവാറും എല്ലാ മേൽവിചാരകർക്കും അവരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിചയപ്പെടുത്തുന്നത് ഒന്നുകിൽ ഇന്നങ്ങളുടെ മകൻ, അല്ലെങ്കിൽ ഇന്ന പ്രദേശത്ത് ഉള്ള വ്യക്തി, ഈ നിലയിലാണ്. എന്നാൽ ഈ ഭാഗത്ത്
ദാവീദ് നിയോഗിച്ചാക്കിയതായ യോവാശിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിനെക്കുറിച്ചോ മാതാവിനെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഉന്നതരുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചോ ഒന്നും പറയുവാനില്ല. യോവാശിനെ പരിചയപ്പെടുത്തുന്നത് എണ്ണ സൂക്ഷിച്ചു വയ്ക്കുന്ന നിലവറകൾക്ക് മേൽവിചാരകൻ. രാജാവായ ശലോമോനെ സേവിക്കുവാൻ ശലോമോൻ്റെ പിതാവായ ദാവീദ് രാജാവ് നിയോഗിച്ചാക്കിയതായ എല്ലാ മേൽവിചാരകരും പ്രത്യേകം യോഗ്യതകളുള്ളവരായിരുന്നു. അവർ സമൂഹത്തിൽ ഉന്നതന്മാരായിരുന്നു, പ്രശസ്തന്മാരായിരുന്നു. ഏതെങ്കിലും മേഖലകളിൽ അവരുടെ കഴിവുകളും വൈഭവങ്ങളും വ്യക്തമായി തെളിയിച്ച വ്യക്തികളായിരുന്നു. എന്നാൽ യോവാശ് രാജാവിനെ കുറിച്ച് പറയുമ്പോൾ, ഈ യോവാശ് എന്ന എണ്ണ കാത്തു സൂക്ഷിക്കുന്ന നിലവറകളുടെ മേൽവിചാരകനായ യോവാശിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വിശേഷണവും ചേർത്തിട്ടില്ല. മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒന്നും എടുത്തു പറയുവാനില്ലാത്തതായ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ. ഇവിടെ നാം പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. മേൽവിചാരകൻ എന്ന് പറയുന്നത് അന്ന് ഇസ്രയേലിൽ വളരെ ഉന്നതമായൊരു പദവിയായിരുന്നു. ആ പദവിയിൽ നിയോഗിക്കപ്പെട്ടവരൊക്കെയും പല നിലയിൽ അവരുടെ പ്രാഗൽഭ്യം അല്ലെങ്കിൽ വൈഭവങ്ങൾ തെളിയിച്ച വ്യക്തികളാണ്. ഉന്നതമായ കുടുംബങ്ങളിൽ നിന്ന് പ്രശസ്തരായ പിതാക്കന്മാരാൽ ജനിക്കപ്പെട്ടതായ വ്യക്തികൾ, ഉന്നതമായ കുടുംബങ്ങളിൽ നിന്ന് വന്നവർ, അല്ലെങ്കിൽ മറ്റ് വിവിധ മണ്ഡലങ്ങളിൽ അവരുടെ കഴിവുകൾ തെളിയിച്ചവർ. പക്ഷേ യോവാശിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ യോവാശിൻ്റെ കുടുംബത്തെക്കുറിച്ചോ മാതാപിതാക്കളെക്കുറിച്ചോ യോവാശ് ഏത് പ്രദേശത്താണ് ജീവിച്ചിരുന്നത് ആ പ്രദേശത്തെക്കുറിച്ചോ ഒന്നും ഒരു പരാമർശനവും നമുക്കിവിടെ കാണുവാൻ കഴിയുന്നില്ല. എങ്ങനെ അപ്രശസ്തനായ ഒരു വ്യക്തി, സ്വന്തമായി ഒന്നും അഭിമാനിക്കുവാൻ വകയില്ലാത്ത ഒരു വ്യക്തി, മറ്റുള്ളവരുടെ കണ്ണിൽ ഏറ്റവും ചെറിയനായ ഒരു വ്യക്തി, എങ്ങനെ ശലോമോൻ രാജാവിൻ്റെ മേൽവിചാരകരുടെ പട്ടികയിൽ സ്ഥാനം പിടിച്ചു എന്നുള്ളതായ ചോദ്യം വളരെ പ്രസക്തമാണ്. 1 ദിനവൃത്താന്തം 27 അധ്യായം 28 വാക്യം യോവാശിനെ കുറിച്ച് നൽകുന്നതായ വിവരണം എണ്ണ സൂക്ഷിച്ചു വയ്ക്കുന്ന നിലവറകളുടെ മേൽവിചാരകൻ എന്ന് മാത്രമാണ്. ആ ഒരൊറ്റ അറിവിൽ നിന്നും യോവാശ് എന്നതായ ബൈബിൾ കഥാപാത്രത്തെ നമുക്ക് പുനർനിർമ്മിക്കുവാൻ കഴിയുകയില്ല. എങ്കിലും പ്രാർത്ഥനയോടെ സമർപ്പണ ബോധത്തോടെ ഈ വചനം നമുക്ക് ധ്യാനിക്കാം. ഇന്നും തുടർന്നുള്ളതായ ദിവസങ്ങളിലും എണ്ണ നിലവറകളുടെ മേൽവിചാരകനായ യോവാശ് എന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് പ്രകാശനം നൽകിയതായ ചില ചിന്തകൾ പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.